Good day, everyone. Today, the topic that we are going to discuss is embryo culture. When we use an embryo as an explant to do tissue culture, that process is known as embryo culture. Embryo, as you all know, it is a fundamental evolutionary organ of an angiosperm, and it is usually formed as a result of fertilization, wherein a male gamete fuses with the female gamete to form a zygote, and the zygote further develops into an embryo, and embryo further develops into a plantlet. First in vitro culture of embryo was done by Hanning in 1904, and embryo culture is defined as the in vitro development of isolated, mature or immature zygotic embryos from seeds in suitable culture medium to form seedlings. സോ നമ്മൾ നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിൽ പഠിച്ചത് സൊമാറ്റിക് എംബ്രിയോജെനസിസിനെ പറ്റിയും സൊമാറ്റിക് എംബ്രിയോസിനെ പറ്റിയിട്ടുമായിരുന്നു. വെജിറ്റേറ്റീവ് സെല്ലുകളിൽ നിന്ന് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന എംബ്രിയോസിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർ സൈഗോട്ടിക് എംബ്രിയോനെ നമ്മൾ കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫെർദർ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക, സീഡ്ലിങ്സ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എംബ്രിയോ കൾച്ചർ എന്ന് പറയുന്നത്. So, why exactly do you want to culture a zygotic embryo? There are many scenarios wherein the zygotic embryo, even if it is formed after fertilization, it fails to germinate. ഇനി അതിനെ ജെർമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ചില അവസരങ്ങളിൽ what happens is it takes a longer time to germinate. That means it goes into dormancy, and dormancy is a period where the seeds will be resting. അപ്പോൾ ലോങ് ഡോർമൻസി പീരീഡ് ഉള്ള സീഡുകളാണെങ്കിലും what happens is നമ്മളുടെ ബ്രീഡിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. സോ ബ്രീഡിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ സീഡ്സ് ഹാസ് ടു ജെർമിനേറ്റ് ഫാസ്റ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രയാസം വരുന്ന സമയത്തും വി ക്യാൻ മേക്ക് യൂസ് ഓഫ് എംബ്രിയോ കൾച്ചർ. എംബ്രിയോ കൾച്ചർ രണ്ട് തരത്തിൽ പോസിബിൾ ആണ്. When the seeds show longer dormancy period, that is a mature embryo shows longer dormancy period, to overcome the seed dormancy we can use seeds from the ripe fruits. That means a mature embryo. In ചില കേസസിൽ what happens is that embryo form ചെയ്യും, പക്ഷേ അത് കംപ്ലീറ്റ്ലി മെച്ചുവർ ആവുന്നതിന് മുമ്പ് തന്നെ ഏതോ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഇറ്റ് ഗെറ്റ്സ് അബോർട്ടഡ്, അല്ലെങ്കിൽ അത് ഡെഡ് ആയി പോകും. So the embryo does not grow further and it will not be able to germinate to give you a seedling. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും എംബ്രിയോ കൾച്ചറാണ് നമ്മൾ റിസോർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെസ്ക്യൂ ദ എംബ്രിയോ. അപ്പോൾ സീഡ് ഡോമൻസി പീരീഡ് കൂടുതലാണെങ്കിൽ ആ ഡോമൻസി പീരീഡിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മെച്യൂർ എംബ്രിയോസിനെ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തുകൊണ്ട് ദ ഡോമൻസി പീരീഡ് ബ്രേക്ക് ചെയ്യാം. രണ്ട്, എംബ്രിയോസ് ഉണ്ടാകുന്നു ബട്ട് അത് ഫെർദർ സ്റ്റേജസിലേക്ക് പോയി മെച്ചുവർ ആകുന്നില്ല, അതിനു മുന്നേ ഏതോ ഒരു ഗ്രോത്ത് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അത് അബോർട്ടായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇമച്വർ എംബ്രിയോസിനെയും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? എംബ്രിയോ കൾച്ചർ ഉപയോഗിക്കാം. ഈ ഒരു സെനേറിയോ യൂഷ്വലി വരുന്നത് ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാംസിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്രോപ്പുകളെ തമ്മിൽ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. The resultant hybrid embryo mostly sterile ആയിരിക്കും, അല്ലെങ്കിൽ they might go into abortion. അപ്പോൾ ഈ രണ്ട് കേസസിലാണ് മെയിൻ ആയിട്ടും നമ്മൾ എംബ്രിയോ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നത്. So this is what is being explained over here. When embryos remain dormant for a long time, ഞാൻ already explained ചെയ്തതാണ്. And this seed dormancy could be due to various factors. Sometimes it could be due to some chemicals that is being produced within the seeds that will inhibit germination. Chalapo, it could be mechanical resistance because of hard seed coat and so on. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എംബ്രിയോ കൾച്ചർ വഴി ഇതിനെ ഓവർകം ചെയ്യാം. സംടൈംസ് നേരത്തെ പറഞ്ഞതുപോലെ ഇമച്വർ എംബ്രിയോസിന് ലോ സർവൈവൽ റേറ്റ് ആയിരിക്കും. ദറ്റ് മീൻസ് ഇറ്റ് ഗെറ്റ്സ് അബോർട്ടഡ് വെരി ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എംബ്രിയോസിനെ റെസ്ക്യൂ ചെയ്യാം. ഇനി സീഡ് സ്റ്റെറിലിറ്റി കാണിക്കുന്നതിനകത്തും
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കഴിയുമ്പോഴായിരിക്കും അത് സ്റ്റെറൈലായി മാറുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഏർലിയർ ഗ്രോത്ത് സ്റ്റേജസിൽ തന്നെ നമുക്ക് ആ എംബ്രിയോനെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോത്ത് മീഡിയത്തിൽ വളർത്തിക്കൊണ്ട് അതിനെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഇമ്മച്വർ എംബ്രിയോ കൾച്ചറിനെയാണ് മെയിനായിട്ട് നമ്മൾ എംബ്രിയോ റെസ്ക്യൂ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. Embryo rescue. It involves culture of immature embryos from unripe fruits അല്ലെങ്കിൽ hybrid seeds which fail to germinate. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എംബ്രിയോ റെസ്ക്യൂ ചെയ്യുന്നത്? To avoid embryo abortion, thereby producing viable plants. ഇത് നോർമലി നമുക്ക് ആവശ്യം വരിക വൈഡ് ഹൈബ്രിഡൈസേഷൻ, അതായത് അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്രോപ്പുകളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ what happens is that there will be a bigger genetic barrier because they are unrelated genuses. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ്സിന്റെ എൻഡോസ്പേം ചിലപ്പോൾ ഫോം ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ് കുഡ് ലീഡ് ടു ദ അബോർഷൻ ഓഫ് ദ ഹൈബ്രിഡ് എംബ്രിയോ. അപ്പോൾ ഇന്റർസ്പെസിഫിക് ഇന്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എംബ്രിയോ റെസ്ക്യൂവിന്റെ സഹായം ആവശ്യം വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈബ്രിഡ് എംബ്രിയോസിനെ അബോർട്ട് ചെയ്തു പോകുന്നതിൽ നിന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇന്റർസ്പെസിഫിക് അല്ലെങ്കിൽ ഇന്റർജെനറിക് ഹൈബ്രിഡിനെ കിട്ടാനായിട്ട്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ ഫസ്റ്റ് ഫോംഡ് ഇന്റർജെനറിക് ഹൈബ്രിഡ് ട്രിട്ടിക്കെയിൽ എന്ന് പറയുന്നത്. ഈ ട്രിട്ടിക്കെയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റിന്റെയും റൈന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഈ ട്രിട്ടിക്കെയിൽ എന്ന് പറയുന്നത്. വീറ്റ് എന്ന് പറയുന്നത് ട്രിട്ടിക്കം ഡ്യൂറോവും റൈ എന്ന് പറയുന്നത് സീക്കേൽ സിറിയലുമാണ്. ഇത് രണ്ടും രണ്ട് ജീനസ് ആണ്. വീറ്റ് ഇവിടെ ടെട്രപ്ലോയിഡ്, ആദ്യമായിട്ട് ട്രിട്ടിക്കൽ ഉണ്ടാക്കിയപ്പോൾ ടെട്രപ്ലോയിഡ് വീറ്റ് വാസ് ക്രോസ്ഡ് വിത്ത് എ ഡിപ്ലോയിഡ് റൈ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം ഇതിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ജീനോം എന്നൊക്കെ പറയും. സം ടോട്ടൽ ഓഫ് ഓൾ ദ ജീൻസ് പ്രസന്റ് ഇൻ എൻ ഓർഗാനിസം, അതിനെയാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. ഇവിടെ വീറ്റ്, ഡ്യൂറം വീറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ AABB എന്നുള്ള കോമ്പോസിഷൻ ആണ് വീറ്റിനുള്ളതെങ്കിൽ റൈ സീക്കേൽ സിറിയലിൻ്റെത് ക്യാപിറ്റൽ ആർ ആണ് ജനറ്റിക് സ്ട്രക്ചർ. ഇവർ രണ്ടുപേരെയും കൂടി നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്ലോയിഡ് എംബ്രിയോ എന്ന് പറയുന്നത് AB and R. ഇവിടെ നിന്നുള്ള A, ഇവിടെ നിന്നുള്ള B, പിന്നെ ഇവിടെ നിന്നുള്ള R. ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഫ്രം ദ ഡ്യൂറം വീറ്റ് ആൻഡ് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഫ്രം റൈ. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന F1 ജനറേഷൻ എന്ന് പറയണത്. ഈ F1 ജനറേഷൻ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ F2 ജനറേഷനിലോട്ട് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇവിടെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമുള്ള ജീനോമുകളല്ല ഇതിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ പെയറിംഗ് ഓഫ് ക്രോമസോംസ് നടക്കില്ല. ദാറ്റ് മീൻസ് നോർമൽ സെൽ ഡിവിഷൻ ഇസ് ഓൾസോ നോട്ട് പോസിബിൾ. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് വാട്ട് ഹാപ്പൻസ് ദ എംബ്രിയോസ് അബോർട്ടഡ് ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ എംബ്രിയോസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്യാം. അതിൽ നിന്ന് നമുക്കൊരു ഹാപ്ലോയിഡ് പ്ലാന്റിനെ കിട്ടും. ഈ ഹാപ്ലോയിഡ് പ്ലാന്റിനെ ക്രോമസോം ഡബ്ലിംഗ്, ചില കെമിക്കലുകളുണ്ട്, കോൾച്ചിസീൻ എന്നൊക്കെ പറയുന്ന കെമിക്കലുകളുണ്ട്. ആ കെമിക്കലിന്റെ ഹെൽപ്പോടുകൂടി ക്രോമസോം നമ്പറിനെ നമുക്ക് ഡബിൾ ചെയ്യാം. അങ്ങനെ ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ്ങിനെയാണ് കിട്ടുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെക്സപ്ലോയിഡ് ആയിട്ടുള്ള ട്രിട്ടിക്കയിലാണ് കിട്ടുന്നത്. ക്യാപിറ്റൽ A, സോ ദേ ക്യാൻ പെയർ. ക്യാപിറ്റൽ B, ദേ ക്യാൻ പെയർ. ക്യാപിറ്റൽ ആർ ദേ ക്യാൻ പെയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഹെക്സപ്ലോയിഡ് ആയിട്ടുള്ള ട്രിട്ടിക്കയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർ ജെനറിക് ഹൈബ്രിഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രോസുകളെയാണ് നമ്മൾ വൈഡ് ക്രോസസ് അല്ലെങ്കിൽ വൈഡ് ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ, ഡിസ്റ്റന്റ് ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് യു വിൽ ബി ലേണിംഗ് വെൻ യു ആർ സ്റ്റഡിയിങ് അബൌട്ട് പ്ലാന്റ് ബ്രീഡിംഗ്. ഓക്കെ, സോ ഇവിടെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെയുള്ള വൈഡ് ഹൈബ്രിഡൈസേഷൻ വഴി ഉരുത്തിരിഞ്ഞ് വരുന്ന ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് മിക്കവാറും അതിൻ്റെ എംബ്രിയോസ് എന്ന് പറയുന്നത് സ്റ്റെറൈലായി പോകാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ അത് അബോർട്ടഡ് ആയി പോകാതെ അതിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്റർജെനറിക് ഹൈബ്രിഡിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ we should take the help of tissue culture. Okay, so that is
the sense behind this. ഇനി എങ്ങനെയൊക്കെ നമുക്ക് എംബ്രിയോ കൾച്ചർ ചെയ്യാം? രണ്ട് മെയിൻ തരത്തിലാണ് നമ്മൾ എംബ്രിയോ കൾച്ചർ ചെയ്യുന്നത്. ഒന്ന്, you can remove or excise the embryo, whether it is in a mature stage or an immature stage. That depends on what we are trying to do. അപ്പോൾ ആ കറക്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അപ്പോൾ പല ട്രയൽ ആൻഡ് എറർ ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യു ക്യാൻ റിമൂവ് ദ എൻറ്റയർ എംബ്രിയോ ഫ്രം ദ സീഡ്, put it for sterilization, and then go for inoculation in an appropriate medium. So that is the first step. And the second step is, that's what I said right now, give appropriate culture medium so that the embryo can develop into a successful plantlet. അപ്പോൾ രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ എംബ്രിയോ കൾച്ചർ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എംബ്രിയോസിനെ റിമൂവ് ചെയ്യുന്നു, എക്സൈസ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മീഡിയത്തിൽ അവരെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ എംബ്രിയോ കൾച്ചർ. ഇനി കമ്മിങ് ഓൺ ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് എംബ്രിയോ കൾച്ചർ, ഒന്നെന്ന് പറയുന്നത് സീഡ് ഡോർമൻസിയെ ഓവർകം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സീഡ് ഡോർമൻസിയെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ബ്രീഡിംഗ് സൈക്കിൾ കുറയ്ക്കാനായിട്ട് കഴിയും. അതായത് ഇപ്പോൾ ഒരു 6 months ഡോർമൻസി പീരീഡിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു 8 months ഡോർമൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ്, ഒരു സീഡ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തവണകൾ കുറയും, ഇല്ലേ? അപ്പോൾ ഡോർമൻസി പീരീഡ് കുറയ്ക്കുവാണെങ്കിൽ ഒരേ വർഷം മൾട്ടിപ്പിൾ ടൈംസ് നമുക്കതിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഷോർട്ടനിങ് ഓഫ് ബ്രീഡിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വൈറ്റ് ക്രോസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ആ വൈറ്റ് ക്രോസസ് വഴി കിട്ടുന്ന ഹൈബ്രിഡുകളുടെ എംബ്രിയോ അബോർട്ടഡ് ആയി പോകാതെ നമ്മൾ നോക്കണം. അപ്പോൾ അത് ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ചില ഫ്രൂട്ടുകൾ പെട്ടെന്ന് പഴുക്കും, അതായത് റൈപ്പൻ ചെയ്യും ഈവൻ ബിഫോർ ദ എംബ്രിയോസ് ഗെറ്റ് എ ചാൻസ് ടു മെച്യൂർ. അപ്പോൾ ഫ്രൂട്ടിനുള്ളിൽ ഇരിക്കുന്ന, സീഡിനുള്ളിൽ ഇരിക്കുന്ന എംബ്രിയോ മെച്യൂർ ആകുന്നതിന് മുന്നേ തന്നെ പഴം പഴുത്ത് ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ എന്താ ഉണ്ടാവണേ? അതിനുള്ളിലുള്ള സീഡിനുള്ളിലുള്ള എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആകാത്തത് കൊണ്ട് തന്നെ അത് അബോർട്ടഡ് ആയി പോകാം, അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയി പോകാം. അത് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം? ഇമ്മച്യൂർ ആയിരിക്കുന്ന എംബ്രിയോനെ കൾച്ചർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഫോർ പ്രൊപ്പഗേഷൻ. ഇതും ആണ് ആപ്ലിക്കേഷൻ ഓഫ് എംബ്രിയോ കൾച്ചർ. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കീവേഡ്സ്, വാട്ട് ഈസ് എംബ്രിയോ കൾച്ചർ, അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ദെൻ എംബ്രിയോ റെസ്ക്യൂ, അത് മാത്രമായിട്ട് ചിലപ്പോൾ 1 mark ക്വസ്റ്റ്യൻ ഒക്കെ വരാവുന്നതാണ്. എംബ്രിയോ റെസ്ക്യൂ എന്താണ്, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് എംബ്രിയോ കൾച്ചർ. ഇമ്മച്യൂർ ഉണ്ട്, മെച്യൂർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ദിസ് ഇസ് അബൌട്ട് എംബ്രിയോ കൾച്ചർ.